നമസ്കാരം. ആദ്യം ഒരു ദൃശ്യം കാണിക്കാം. പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യാൻ പോകുന്ന ബി.ജെ.പി. അധ്യക്ഷൻ ജെ.പി. നദ്ദയെ പിടിച്ചു വലിച്ചു മാറ്റുന്ന അമിത്ഷാ. ഇതേ സ്വഭാവം തന്നെ കാണിക്കുന്ന മറ്റൊരു ദൃശ്യം കൂടി കാണിക്കാം. भारतीय जनता पार्टी के पूर्व राष्ट्रीय अध्यक्ष भारत सरकार के മോദിക്കും അമിത്ഷായ്ക്കും ഒപ്പം ബി.ജെ.പി. പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യാൻ പോകുന്ന ജെ.പി. നദ്ദയെ അതിൽ നിന്ന് പിന്മാറ്റിക്കുന്ന അമിത്ഷാ. ഈ ദൃശ്യങ്ങൾ ബി.ജെ.പിയിലെ ശാക്തിക ബലാബലത്തിന്റെ സൂചകങ്ങളാണ്. മോദി കഴിഞ്ഞാൽ താൻ മാത്രമെന്ന് അമിത്ഷാ നടത്തുന്ന പ്രഖ്യാപനത്തിന്റെ സൂചകങ്ങൾ. 3 കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ബി.ജെ.പിയുടെ പുതിയ വർക്കിംഗ് പ്രസിഡന്റായി സ്ഥാനമേറ്റ നിതിൻ നബീന്റെ നിയമനത്തിന്റെ ലക്ഷ്യങ്ങൾ. 2, നബീൻ വന്നപ്പോൾ ആരൊക്കെയാണ് ഒതുക്കപ്പെട്ടത്. 3, ഗോദി മീഡിയ പറയുന്നത് പോലെയാണോ കാര്യങ്ങൾ. ഇവ പരിശോധിക്കാം. ജെ.പി. നദ്ദയുടെ പിൻഗാമിയായി നിതിൻ നബീൻ വരുമ്പോൾ നേരത്തെ കണ്ട ദൃശ്യത്തിന് മാറ്റമൊന്നും ഉണ്ടാകില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അമിത്ഷാ പറയുന്നത് അനുസരിക്കാൻ ഒരാൾ, പേരിനൊരു പ്രസിഡന്റ്. അതാണ് സംഭവിക്കാൻ പോകുന്നത്. ബി.ജെ.പി. ജയിച്ചപ്പോഴെല്ലാം മോദിയുടെയും ഷാജിയുടെയും ഫോട്ടോ വയ്ക്കുന്ന ഗോദി മീഡിയയ്ക്ക് പാർട്ടി തോൽക്കുമ്പോൾ ഫോട്ടോ വയ്ക്കാൻ ഒരാൾ. അങ്ങനെയും അതിനെ പറയാം. വാജ്പേയിയും അദ്വാനിയും മുരളി മനോഹർ ജോഷിയും വെങ്കയ്യ നായിഡുവും നിതിൻ ഗഡ്കരിയും തുടങ്ങി ശക്തരായ നേതാക്കൾ ഇരുന്ന കസേരയിലേക്ക് നദ്ദയെ പോലെ നബീനെ പോലെ ലോ പ്രൊഫൈലുള്ള ആളുകളെ കൊണ്ടുവരുന്നതിൻ്റെ യുക്തി ബി.ജെ.പിയും ഗോദി മീഡിയയും എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് പകൽ പോലെ വ്യക്തമാണ്. അത് അമിത്ഷായ്ക്ക് ഈസിയായി അധികാരം കൈയാളാൻ വേണ്ടിയാണ്. 10,000 കോടിയുടെ സ്വത്തുള്ള പാർട്ടിയുടെ അധികാരം അങ്ങനെ അങ്ങ് വിട്ടുകളയാൻ പറ്റില്ലല്ലോ, അല്ലേ? ഇതേ രീതിയിൽ ബി.ജെ.പിയുടെ ഫണ്ട് ഇങ്ങനെ കൂടിക്കൂടി വരികയാണെങ്കിൽ ബി.ജെ.പി. അധ്യക്ഷൻ റിസർവ് ബാങ്ക് ഗവർണറെ പോലെ അറിയപ്പെടുന്ന കാലം വിദൂരമല്ലെന്ന് എവിടെയോ ഒരു ട്രോള് കണ്ടു. ഈ സന്ദർഭവശാൽ പറഞ്ഞതേ ഉള്ളൂ. സത്യത്തിൽ ബി.ജെ.പി. അധ്യക്ഷ സ്ഥാനത്ത് പറഞ്ഞു കേട്ട പേരുകളെ ഒന്ന് ഓർത്തെടുത്താൽ മാത്രം മതി നിതിൻ നബീൻ അദ്ദേഹത്തിൻ്റെ ഈ സ്ഥാനലബ്ധിക്ക് പിന്നിലെ കളികൾ മനസ്സിലാക്കാൻ. ഏറ്റവും ഒടുവിലായി ഏറ്റവും അധികം പറഞ്ഞു കേട്ട പേരേതാണ്? ധർമ്മേന്ദ്ര പ്രധാന്റെ പേരാണ്. 1998 വാജ്പേയി സർക്കാരിൽ മന്ത്രിയായി ദേശീയ രാഷ്ട്രീയത്തിൽ എത്തി തിളങ്ങിയ നേതാവാണ് പ്രധാൻ. ഇപ്പോൾ 56 വയസ്സുള്ള നേതാവാണ്. വലിയ രാഷ്ട്രീയ അനുഭവ സമ്പത്തുള്ള വ്യക്തിത്വമാണ്. 2ാം മോദി സർക്കാരിൽ പെട്രോളിയം മന്ത്രിയായിരുന്നു. ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയാണ്. ഓരോ തെരഞ്ഞെടുപ്പിന് മുമ്പും വലിയ പ്രാധാന്യത്തോടെ അവതരിപ്പിക്കപ്പെട്ട പേരാണ് ധർമ്മേന്ദ്ര പ്രധാന്റെ പേര്. ഒഡീഷയിൽ ബി.ജെ.പി. അധികാരത്തിൽ വന്നാൽ പ്രധാൻ മുഖ്യമന്ത്രിയാകുമെന്ന് വരെ കേട്ടു. പക്ഷേ വെട്ടി. ബീഹാറിലും മറ്റ് പല സംസ്ഥാനങ്ങളിലും ബി.ജെ.പി. ജയിപ്പിച്ചതിൻ്റെ ക്രെഡിറ്റ് അദ്ദേഹത്തിനുള്ളതാണ്. അതുകൊണ്ട് പ്രധാൻ ബി.ജെ.പി. അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുമെന്ന് കേട്ടിരുന്നു. പക്ഷേ വീണ്ടും അമിത്ഷാ വെട്ടി. കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ഹൈ പ്രൊഫൈൽ, അനുഭവ സമ്പത്ത്, സംഘടന പിടിക്കാനുള്ള കഴിവ്. അതൊന്നും മോദി ഷാ യുഗത്തിലെ ബി.ജെ.പി. അധ്യക്ഷന്മാർക്ക് വേണ്ട. റബ്ബർ സ്റ്റാമ്പ് ആയാൽ മതി. അതാണ് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നത്. ബി.ജെ.പി. അധ്യക്ഷ സ്ഥാനത്തേക്ക് RSS നിർദ്ദേശിച്ച പേര് പോലും മോദി ഷാജി ടീം വെട്ടി. BL സന്തോഷിൻ്റെയും രാധാമോഹൻ സിംഗിൻ്റെയും പേരുകളാണ് RSS നിർദ്ദേശിച്ചത്. പിന്നീട് ശിവരാജ് സിംഗ് ചൗഹാന്റെ പേര് പറഞ്ഞു കേട്ടു. പക്ഷേ ഒടുവിൽ ആരും പറയാത്ത പേരിലേക്ക് കാര്യങ്ങളെത്തി. നദ്ദയുടെ സമയത്തും ഇത് തന്നെയാണ് സംഭവിച്ചത്. ഒന്ന് ഓർത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പൂർണ്ണ വിധേയത്വമുള്ള ഒരാളിനെയാണ് മോദി ഷാ ടീമിന് ആവശ്യമെന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്കിലും ഗോദി മീഡിയയ്ക്ക് നിതിൻ നബീന്റെ നിയമനം വലിയ സംഭവമാണ്. നബീന്റെ ഗുണങ്ങളെ മാത്രം ഖനനം ചെയ്ത് അത് മാത്രം അവതരിപ്പിക്കുകയാണ് മാധ്യമപ്രവർത്തകർ. മലയാള മാധ്യമങ്ങളിൽ പലരും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത രീതി നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. ബി.ജെ.പിയിൽ തലമുറ മാറ്റം, മറ്റു പാർട്ടികൾ കണ്ടുപഠിക്കൂ എന്നൊക്കെയാണ് മലയാളത്തിലെ ഗോദി മീഡിയകളുടെ ആഹ്വാനങ്ങൾ. നിതിൻ നബീൻ അതുല്യനാണെന്ന് സ്ഥാപിക്കാൻ അവർ കിണഞ്ഞ് പരിശ്രമിക്കുകയാണ്. മോദിയും ഷായും ചേർന്നാണ് നബീനെ തിരഞ്ഞെടുത്തത് എന്നാണ് എല്ലാ മാധ്യമങ്ങളും എല്ലാ മാധ്യമപ്രവർത്തകരും എഴുതുന്നത്. അതേ ആളുകൾ തന്നെ ബി.ജെ.പി. വലിയ ജനാധിപത്യമുള്ള പാർട്ടിയാണെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്യുന്നു. ജനാധിപത്യമുള്ള പാർട്ടിയിൽ 2 പേർ ചേർന്ന് അധ്യക്ഷനെ തീരുമാനിക്കുന്നു. അതിനു മുന്നോടിയായി വർക്കിംഗ് പ്രസിഡന്റായി വയ്ക്കുന്നു, പിന്നീട് അധ്യക്ഷനാക്കുന്നു. കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മല്ലികാർജുൻ ഖാർഗെയും ശശി തരൂരും തമ്മിൽ മത്സരം നടന്നപ്പോൾ തരൂർ എന്തുകൊണ്ട് ജയിച്ചില്ല എന്ന കാര്യം ഇന്നും ചില മാധ്യമങ്ങൾ അല്ലെങ്കിൽ ചില പത്രങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ ബി.ജെ.പിയുടെ കാര്യം വരുമ്പോൾ ആ ചർച്ചയില്ല. ബി.ജെ.പിയിലെ സിസ്റ്റത്തെക്കുറിച്ച് എഴുതിയാൽ ജോലി പോകുമോ എന്ന പേടിയാണ് പലർക്കും ഉള്ളത് എന്നുള്ള കാര്യം സത്യമാണ്. അതുകൊണ്ട് തന്നെ വസുന്ധര രാജയും സ്മൃതി ഇറാനിയും എങ്ങനെ അപ്രത്യക്ഷമായി?
അല്ലെങ്കിൽ ശിവരാജ് സിംഗ് ചൗഹാൻ ജയിച്ചിട്ടും എങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റി ഒതുക്കപ്പെട്ടു, അതൊന്നും ആരും ചോദിക്കില്ല, എഴുതുന്നുമില്ല. ദേശീയ മാധ്യമങ്ങളും മലയാള മാധ്യമങ്ങളും ഒരേ സ്വരത്തിൽ പറയുന്നത് നിതിൻ നബീൻ ഛത്തീസ്ഗഡ് ചുമതലക്കാരനായി ഇരുന്നു കൊണ്ട് നേടിയ വിജയത്തെക്കുറിച്ചാണ്. BJPയിൽ ഇതുപോലെ വിജയത്തിലേക്ക് നയിച്ച നേതാക്കൾ ഒരുപാടുണ്ടെന്നുള്ള കാര്യം അവർ സൗകര്യപൂർവ്വം മറക്കുന്നു. ഒരു കാര്യം നമ്മൾ ഓർക്കണം, ബീഹാറിൽ പലരും ഉപമുഖ്യമന്ത്രിമാരായപ്പോൾ നിതിൻ നബീനെ പരിഗണിച്ചില്ല. ഇങ്ങനെ ഒരു പേര് പോലും എങ്ങും പറഞ്ഞു കേട്ടതുമില്ല. പക്ഷേ പെട്ടെന്ന് ഒരു ദിവസം നബീനിൽ എല്ലാ ഗുണങ്ങളും വന്നു ചേരുന്നു. പുള്ളി കറുത്ത കുതിരയാണെന്നും BJPയിൽ ഇതാ വലിയ സംഭവം നടക്കുന്നുവെന്ന് മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. ഒരു കാര്യം ശ്രദ്ധിച്ചോ, JP നദ്ദയെക്കുറിച്ച് ഇപ്പോൾ ആരും സംസാരിക്കുന്നില്ല. നദ്ദയുടെ കാലത്ത് പാർട്ടി എങ്ങനെയായിരുന്നു, നദ്ദ പാർട്ടി എത്രത്തോളം ശക്തമാക്കി എന്നുള്ള കാര്യമൊന്നും ആരും ചർച്ച ചെയ്യുന്നില്ല. ഇപ്പോൾ നബീൻ്റെ കാര്യത്തിൽ എന്ന പോലെ നദ്ദ BJP അധ്യക്ഷനായപ്പോഴും വിശേഷണങ്ങൾ കൊണ്ട് മൂടിയിരുന്നു. ഓർത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, വിശേഷണങ്ങൾ കൊണ്ട് മൂടിയിരുന്നു മാധ്യമങ്ങൾ. കറുത്ത കുതിര എന്നൊക്കെ അന്നും വിശേഷണമുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് എന്താണ് കണ്ടത്? നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തോൽവിയുടെ സമയത്ത് മാത്രം കൊടുക്കാനുള്ള ഫോട്ടോ ആയി നദ്ദ ഒതുങ്ങി. മോദി ഷാ ടീമിന്റെ തീരുമാനം BJP പാർലമെന്ററി ബോർഡിൽ പ്രഖ്യാപിക്കാനുള്ള വെറും അധ്യക്ഷനായി നദ്ദ മാറി. വേറെ ഇതുപോലൊരു വിധേയനെ കിട്ടാൻ കാലതാമസം എടുത്തതുകൊണ്ട് നദ്ദയുടെ കാലാവധി വീണ്ടും വീണ്ടും നീട്ടിക്കൊടുത്തു. ഒടുവിൽ നബീനെ കിട്ടിയപ്പോൾ നദ്ദ ഒഴിയുന്നു. അത്രയുള്ളൂ കാര്യമെന്ന് BJP രാഷ്ട്രീയം നോക്കിക്കാണുന്നവർക്കെല്ലാം മനസ്സിലാകുന്ന സത്യമാണ്. നിതിൻ നബീന് ഇപ്പോൾ 45 വയസ്സാണ് പ്രായം. BJP അധ്യക്ഷനാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ആളാണ് നബീൻ. മിതഭാഷിയാണ്, ആൾക്കൂട്ടത്തെ ഇളക്കുന്ന പ്രസംഗ ശൈലിയൊന്നും ഉള്ള ആളല്ല. ഹിന്ദിയിലും ഇംഗ്ലീഷിലും പ്രാവീണ്യമുണ്ട്. നല്ല സംഘാടകനാണ് എന്നാണ് BJP കേന്ദ്രങ്ങൾ പറയുന്നത്. ഛത്തീസ്ഗഡിലെ അപ്രതീക്ഷിത വിജയമാണ് നബീനെ മോദി ഷാ സംഘത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത് എന്നാണ് പാർട്ടി കേന്ദ്രങ്ങൾ നൽകുന്ന വിശദീകരണം. യുവമോർച്ചയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയായും ബീഹാർ സംസ്ഥാന അധ്യക്ഷനായും പ്രവർത്തിച്ച നബീനെ താഴെ തട്ടിൽ പാർട്ടിയെ ചലിപ്പിക്കാനുള്ള കഴിവുണ്ടെന്നും അതാണ് ഛത്തീസ്ഗഡിൽ കണ്ടത് എന്നൊക്കെയാണ് ഗോദി മീഡിയകളും പറയുന്നത്. പട്നയിലെ ബാങ്കിപ്പൂർ മണ്ഡലത്തിൽ നിന്ന് 4 തവണ MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഒപ്പം BJPയുടെ മുതിർന്ന നേതാവായിരുന്ന നവീൻ കിഷോർ പ്രസാദ് സിൻഹയുടെ മകനാണ് നിതിൻ നബീൻ. അതായത് രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും കുടുംബ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ വിമർശിക്കുന്ന BJPയുടെ അധ്യക്ഷനും കുടുംബ രാഷ്ട്രീയത്തിൻ്റെ ആളാണ് എന്ന് ഇനി പറയാൻ പറ്റും. എന്നാലും ഇതിനെല്ലാം ഉപരിയാണ് മോദി ഷാ സംഘത്തോടുള്ള വിധേയത്വം. ആരും പറയുന്നില്ലെങ്കിലും അതാണ് യഥാർത്ഥ യോഗ്യത. എന്തായാലും നിതിൻ നബീൻ്റെ വരവ് BJP ഏതെങ്കിലും തരത്തിൽ മാറ്റുമെന്ന് ആരും കരുതുന്നില്ല. ഗോദി മീഡിയകൾ പോലും അത് പറയുന്നുമില്ല. മറ്റൊരു JP നദ്ദ തന്നെ ആയിരിക്കും വരും ദിവസങ്ങളിൽ കാണാനാകുക എന്നാണ് BJP രാഷ്ട്രീയം നോക്കിക്കാണുന്നവരെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നത്. അതായത് ദില്ലിയിലെ വിഷവായു മാറാത്തതുപോലെ ദില്ലിയിലെ BJP രാഷ്ട്രീയവും നബീൻ വന്നതുകൊണ്ട് അല്പം പോലും മാറില്ല എന്ന് തന്നെയാണ് അർത്ഥം. എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യുക. വാട്സപ്പിൽ പേജ് 10 സ്റ്റോറീസിൻ്റെ വീഡിയോകൾ കിട്ടാനായി കമൻറ്റ് ബോക്സിലുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്യുക. വാട്സപ്പ് ചാനലിലോ വാട്സപ്പ് ഗ്രൂപ്പിലോ അംഗമാകാം. നന്ദി, നമസ്കാരം.